ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല യമ്മി ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. ചോക്ലേറ്റ് ഐസ്ക്രീമും ഒക്കെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് മുന്നേ നമ്മൾ 2 ഐസ്ക്രീംസിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാനില ഐസ്ക്രീമിൻ്റെയും സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെയും. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കണം. ഈ 3 വീഡിയോസും കാണുമ്പോഴത്തേക്കിനും മനസ്സിലാവും ഐസ്ക്രീം വീട്ടിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒട്ടും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. വിപ്പിംഗ് ഒക്കെ എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു യമ്മി ചോക്ലേറ്റ് ഐസ്ക്രീം വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഏത് പാത്രത്തിലാണ് വിപ്പ് ചെയ്യാൻ പോകുന്നത് ആ പാത്രവും നമ്മളുടെ ബീറ്ററിൻ്റെ ബ്ലേഡും കൂടി കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചേക്കുക. അപ്പോൾ നല്ല തണുപ്പായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇപ്പം ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മളുടെ വിപ്പിംഗ് ക്രീമില്ലേ, അതും ഒരു 15 മിനിറ്റ്സ് ഒക്കെ ഫ്രീസറിൽ വെച്ചാൽ നല്ലതാണ്. ഒരുപാട് നേരം ഇപ്പോൾ ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിലൊന്നും അതെടുത്ത് വെക്കേണ്ട. അങ്ങനെയാണെങ്കിൽ അതങ്ങ് കട്ട് ചെയ്യും. ഒരു 15-20 മിനിറ്റ്സിന് ശേഷമാണ് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് ഈ 3 സാധനങ്ങളും കൂടെ എടുത്ത് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നല്ല തണുപ്പായിട്ട് കിട്ടും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 400 ml വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. 200 ml 2 ബോക്സ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബ്ലേഡൊക്കെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം ഐസ്ക്രീമിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അൺസ്വീറ്റൻ കൊക്കോ പൗഡറാണ് ഇടുന്നത്. ഇനി അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 കപ്പ് പാൽ നമ്മൾ ടോട്ടൽ ഒഴിക്കുന്നത്. അതിനകത്തൊരു 1/4 കപ്പ് ആദ്യം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം. തീരെ ലംസ് ഒന്നും വരാത്ത രീതിയിൽ നല്ല സ്മൂത്തായിട്ട് വരുന്നത് വരെ ഇതിനെ അങ്ങ് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം ഈ പൊടിയെല്ലാം ആ പാലിലേക്ക് ഇങ്ങനെ അലിഞ്ഞു ചേരും. നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം നമ്മളൊരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴത്തേനും അത്യാവശ്യം നമ്മൾക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ വരും. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ അറിയാലോ, ഇത് അത്യാവശ്യം ലിക്വിഡ് ഫോമിലാണ് ഉള്ളത്. ഇനി നമ്മളിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ പോകണം. അങ്ങനെ കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഇത് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും. അങ്ങനെ കട്ടിയായിട്ട് വരുന്നത് വരെ നമ്മൾ ഈ സിറപ്പിനെ ഒന്ന് കുക്ക് ചെയ്യണം. തീ ഒരിക്കലും കൂടി പോകാൻ പാടില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു തിക്നെസ് ഒക്കെ കുറച്ച് കൂടുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റിന് നല്ല സ്മെല്ല് വരും. നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലോ താഴെയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പിടിക്കും. നമ്മൾ ജസ്റ്റ് സെൻറ്ററിൽ കൂടെ വെള്ളം ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് വലിക്കുമ്പോഴത്തേക്കിനും ഈ ലിക്വിഡ് വളരെ പെട്ടെന്ന് അങ്ങ് ചേരത്തില്ല. ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ടായിരിക്കും ഇത് ഒരുമിച്ചാവുന്നത്. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ആ ടൈമിൽ നമുക്കത് നിർത്താം, എന്നിട്ട് മാറ്റി വയ്ക്കാം. അതങ്ങ് ചൂടാറട്ടെ. നമ്മളിനി ക്രീമൊക്കെ വിപ്പ് ചെയ്ത് വരുന്ന സമയമാകുമ്പോഴത്തേനും അതിൻ്റെ ചൂടാറിയിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ചിരുന്ന പാത്രവും ബ്ലേഡും ഒക്കെ എടുക്കുക. അതിനകത്തേക്ക് നമ്മളുടെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ബീറ്റ് ചെയ്ത് എവിടം വരെ ബീറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ കൺസിസ്റ്റൻസി നമ്മളുടെ സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെയും വാനില ഐസ്ക്രീമിൻ്റെ ഒക്കെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് ബീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ആ ബ്ലേഡിൽ നിന്ന്, നമ്മൾ ഈ ബ്ലേഡ് ക്രീമിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കുന്ന സമയത്ത് ആ ബ്ലേഡിൽ നിന്ന് ക്രീം ഒട്ടും താഴേക്ക് വിട്ടു പോവാത്ത ഒരു പരുവം എത്തും. ആ പരുവത്തിലാണ് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അതിലും കൂടുതലായിട്ട് വിപ്പ് ചെയ്യുകയേ ചെയ്യേണ്ട. അങ്ങനെ ചെയ്താൽ നമ്മളുടെ ക്രീം അങ്ങ് പിരിഞ്ഞു പോവുകയും ചെയ്യും. ഇതുണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ പൊക്കി എടുക്കുമ്പോഴത്തേക്കിനും ആ ക്രീം അവിടെ തന്നെ പിടിച്ചു നിൽക്കും. ഇതിന് മുൻപത്തെ സ്റ്റേജിലെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ ബ്ലേഡിൽ നിന്ന് ഈ ക്രീം താഴേക്ക് ഇങ്ങനെ ഒലിച്ചങ്ങ് പോരും, ലിക്വിഡ് ഫോമിൽ പോകും. ഇനി അതിലേക്ക് നമ്മളൊരു 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പരുവം എത്തിക്കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ചോക്ലേറ്റ് സിറപ്പില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ചൂട് നല്ലതുപോലെ പോയിട്ടുണ്ട്. ചൂടോടെ ഒരിക്കലും ഒഴിക്കില്ല. പക്ഷേ ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും അതിൻ്റെ ചൂട് പോയിട്ടുണ്ടാവും. നമ്മളങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഒരുപാട് ഫാസ്റ്റായിട്ടും അങ്ങനെ ഇളക്കി ചേർക്കുകയൊന്നും ചെയ്യരുത്. വളരെ സ്ലോലി സ്പൂൺ കൊണ്ടിട്ട് നല്ലതുപോലെ, സ്പൂണോ സ്പാച്ചുലോ എങ്ങനെയായാലും കുഴപ്പമില്ല, നല്ലതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. പിന്നെ കണ്ടൻസ് മിൽക്കിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾക്കിപ്പം മധുരത്തിൻ്റെ അളവനുസരിച്ച് വ്യത്യാസം വരുത്താം. ഓക്കെ കേട്ടോ, ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നൊരു 397 ഗ്രാമിൻ്റെ നമ്മളുടെ ഒരു ടിന്ന് കിട്ടുമല്ലോ, അത് ഫുൾ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ചേർക്കണം. അപ്പോൾ എല്ലായിടത്തേക്കും അത് എത്തണം. അത് നല്ലതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കാൻ പാടില്ല. നമുക്ക് എല്ലാ ഭാഗത്തേക്കും അത് നല്ലതുപോലെ എത്തണം.
ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇത് ഏതെങ്കിലും നമുക്ക് ഫ്രീസറിൽ വെക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ കയ്യിൽ നേരത്തെ ഐസ്ക്രീം വാങ്ങിച്ചിരുന്ന ഒരു ടിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അതൊരു 1 ലിറ്ററിൻ്റെ ടിന്ന്. അപ്പോൾ ഇത് ഇത്രയും ആക്കി വന്നപ്പോഴത്തേനും കണ്ടോ കംപ്ലീറ്റ് ആ ഒരു 1 ലിറ്റർ ടിന്ന് നിറയെ നമുക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്യുന്നത് ക്രിസ്റ്റൽസ് ഒക്കെ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ അത് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓവർനൈറ്റ് ടു 8 hours ഒക്കെ നമുക്ക് ഫ്രീസറിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ 8 hours കൂടുതലായിട്ടുണ്ട്. അന്നേരം 8 hours അപ്പം തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ അത് ഐസ് ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മളത് സ്കൂപ്പ് ചെയ്യാനായിട്ട് നോക്കിയാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, നല്ല കട്ടിയായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഒരു 10-15 minutes ഒക്കെ നമുക്ക് വെളിയിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചേക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് സ്കൂപ്പ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലേക്ക് ആ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറിയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ ഐസ്ക്രീം സ്കൂപ്പർ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും നല്ലതുപോലെ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കൂപ്പർ അല്ലേ അതൊന്ന് ജസ്റ്റ് കുറച്ചൊരു ഹോട്ട് വാട്ടറിലൊന്ന് നനച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കുവാണെങ്കിലും നല്ലതുപോലെ സ്കൂപ്പായി കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ കൊക്കോ പൗഡറും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും അല്ലേ ആഡ് ചെയ്തത്. ഇനി അതല്ലാതെ ഈ 2 ഐറ്റംസ് അല്ലാതെ നമ്മൾക്ക് ഡയറി മിൽക്ക് യൂസ് ചെയ്തിട്ടും ഈ സെയിം ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേങ്കിൽ ഡയറി മിൽക്ക് ആഡ് ചെയ്ത് അതായത് അത് ഡബിൾ ബോയിലിംഗ് വഴി നമ്മളുടെ ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്തിട്ട് അതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തപ്പോഴത്തേക്കിനും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചർ ഒന്നും ഇതുപോലെ ആയിരുന്നില്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഇതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ നല്ല എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റാണ്. മറ്റൊന്ന് പറയുമ്പോഴത്തേക്കിനും ആ കൊക്കോയുടെ ടേസ്റ്റ് കുറച്ചിങ്ങനെ മുന്നോട്ട് നിൽക്കും. അപ്പം ആ ഒരു കൊക്കോയുടെ ടേസ്റ്റും ഒക്കെ നല്ലതുപോലെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം അത് കാരണം ഇതാണ് കുറച്ചും കൂടെ പ്രിഫറബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പണി കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. നമുക്ക് കുട്ടികൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ കേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് ബീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഹെൽപ്പിന് എപ്പോഴും ആളുണ്ടാവും. ആകെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ചെയ്യുന്ന സമയത്ത് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഇത് സൈഡിലേക്കൊക്കെ തെറിക്കും, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഒതുക്കമുള്ളൊരു പാത്രം കൊടുത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം, ഇഷ്ടമാവും ഫോർ ഷുവർ. ഇതെന്തായാലും ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. പിന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും വിട്ടുപോവല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.